അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى يؤذيني ابن آدم يسب الدهر وأنا الدهر بيدي الأمر أقلب الليل والنهار. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലല്ലാഹു തആല, സർവോന്നതനായ അല്ലാഹു തആല പറയുകയാണ്, യുഅ്ദീനി ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ എന്നെ ഉപദ്രവിക്കുന്നു, അഥവാ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു. എങ്ങനെ? യസുബ്ബുദ്ദഹ്റ വഅനദ്ദഹ്റു, കാലം ഞാൻ തന്നെയായിരിക്കെ കാലത്തെ മനുഷ്യൻ അസഭ്യം പറയുന്നു. ബിയദിയൽ അംറു ഉഖല്ലിബുൽ ലൈല വന്നഹാർ, കാര്യം എന്റെ കൈവശമാകുന്നു, രാവിനെയും പകലിനെയും ഞാൻ മറിക്കുന്നു. അല്ലാഹു തആല പറയാണ്, യുഅ്ദീനി ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ എന്നെ ഉപദ്രവിക്കുന്നു. യസുബ്ബുദ്ദഹ്റ, അതായത് അവൻ കാലത്തെ ചീത്ത പറയുന്നു, കാലത്തെ മനുഷ്യർ അസഭ്യം പറയുന്നു. വഅനദ്ദഹ്റു, ഞാൻ തന്നെയാണ് കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം കാലത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നാണ്. ബിയദിയൽ അംറു ഉഖല്ലിബുൽ ലൈല വന്നഹാർ, കാര്യം എന്റെ കൈവശമാകുന്നു, രാവിനെയും പകലിനെയും ഞാൻ മറിക്കുന്നു. അഥവാ ഇതിന്റെ വിശദീകരണം, പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ നാം അറിയേണ്ടത് അവയെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഒരു രക്ഷകർത്താവുണ്ടെന്നാണ്. കാറ്റിനെ കുറ്റപ്പെടുത്തുന്നവർ, കാലത്തിനെ പഴിക്കുന്നവർ, വല്ലാത്തൊരു കൊറോണ കാലം എന്ന് പറഞ്ഞ് കാലത്തെ പഴിചാരുന്നവർ, കോഴിയെ അസഭ്യം പറയുന്നവർ, രോഗമുണ്ടെങ്കിൽ രോഗത്തെ ശപിക്കുന്നവർ, പനിയെ കുറ്റം പറയുന്നവർ എന്നിങ്ങനെ പല തരക്കാരായി മനുഷ്യൻ അധപ്പതിക്കുന്നു. പ്രകൃതി വസ്തുക്കൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി നിലകൊള്ളുന്നവയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അടിച്ചു വീശുന്ന ഒരു കാറ്റിനെ ഒരുത്തൻ ആക്ഷേപിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ ആക്ഷേപം പറയുകയാണ്. ഇത്തരം അനേകം വിഷയങ്ങളിൽ നാം ശ്രദ്ധാലുക്കളായെങ്കിലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാലത്തെപ്പറ്റി ആക്ഷേപം പറയുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ ഹദീസ് ഉണർത്തുന്നത്. ദിനരാത്രങ്ങളെ മറിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണെന്ന് ഇവിടെ അള്ളാഹു തന്നെ അനുസ്മരിപ്പിക്കുന്നു. അവയിൽ ഒന്നിനെയും ആക്ഷേപിച്ചു പറയാനോ കുറ്റം പറയാനോ നമുക്കാർക്കും യാതൊരു അവകാശവുമില്ല. കാലത്തെ പഴിക്കരുത്, നമ്മുടെ പ്രവർത്തനങ്ങളാണ് മാറേണ്ടത്. അതിന് പറ്റിയ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് ഇനി റബീഉൽ അവ്വലിലോടുകൂടെയും മറ്റുമൊക്കെ കടന്നു വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ജുമുഅ ദിവസമാണ്. ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി പള്ളികളിൽ പ്രവേശിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് മശായിഖന്മാരുടെ പൊരുത്തം നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മശായിഖന്മാരുടെ പൊരുത്തത്തിലായി ജീവിക്കാനും മശായിഖന്മാരോടൊപ്പം നാളെ ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.